നമസ്തേ. BSOC 132 നമ്മുടെ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന യൂണിറ്റിൻ്റെ ആദ്യ ഭാഗമായ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ എന്ന ഭാഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, നാനാത്വത്തിൽ ഏകത്വം. വളരെ ചെറുപ്പകാലം മുതൽ നമ്മൾ വളരെയധികം കേൾക്കുന്ന ഒരു കാര്യമാണ് നാനാത്വത്തിൽ ഏകത്വം. എനിക്ക് തോന്നുന്നു സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മുടെ പഠനത്തിൽ വളരെയധികം നമ്മളത് കേട്ടിട്ടുണ്ട്. നാനാത്വം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇന്ത്യ എന്ന ഇത്രയും വിസ്തൃതമായ ഈ സാമ്രാജ്യത്തിൽ എത്ര തരം മനുഷ്യരാണ്, എത്ര സംസ്ഥാനങ്ങൾ, എത്ര ആ ഒരു പ്രാദേശികമായിട്ടുള്ളൊരു എത്രയോ വ്യത്യാസങ്ങളുണ്ട്. ഭാഷയിലും ജീവിത രീതിയിലും വസ്ത്രധാരണ രീതിയിലും എല്ലാത്തിലും വളരെയധികം വ്യത്യാസം പുലർത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം കാണുന്നത്. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ വ്യത്യസ്തരായ ധാരാളം മനുഷ്യർ ഏകത്വത്തോടുകൂടി ജീവിക്കുന്നു. അതാണ് പ്രധാനം. ഒരേപോലെ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരൊറ്റ മതം എന്ന ഒരു വികാരത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾ പരിപോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും സനാതന ധർമ്മമായ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന ഈ ഒരു ധാരണ നമുക്ക് വളരെയധികം പ്രത്യേകത ഉള്ള ഒന്നാണ്. ഇപ്പം നമ്മൾ യൂണിറ്റി മീൻസ് ഇൻ്റഗ്രേഷൻ. യൂണിറ്റി എന്ന് വെച്ചാൽ ഏകത്വം, ഏകത. അപ്പം ഒരുമിക്കലാണ് ഏകത്വം എന്ന് പറയുന്നത്. ഒരുമിക്കൽ. എന്താണ് ഈ ഒരുമ? അപ്പം അത് സാമൂഹികവും മനഃശാസ്ത്രപരമായിട്ടുള്ളൊരവസ്ഥയാണ്. കാരണം നമ്മൾ ഒരുമയുണ്ട് അല്ലേ, ഒരുമയുണ്ടെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഒരുമയുണ്ടെങ്കിൽ മാത്രമാണ്, അതായത് വ്യത്യസ്തരാണ്, തീർത്തും വ്യത്യസ്തരാണെങ്കിൽ പോലും ഒരുമയുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു മനോഭാവമുണ്ടെങ്കിൽ, സാമൂഹികവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള ആ മനോഭാവം ഉണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ചാണ്, ഒന്നാണ് എന്ന ഒരു വിചാരമാണ് നമ്മുടെ യൂണിറ്റി അല്ലെങ്കിൽ ഏകത എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു സെൻസ് ഓഫ് വൺനെസ്, അതായത് ഒന്നാണെന്നൊരു തോന്നൽ, സെൻസ് ഓഫ് വീനസ്, നമ്മളാണെന്നുള്ള തോന്നൽ, നമ്മൾ എന്ന ഒരു വികാരം. അപ്പം നമ്മൾ ഒന്നാണ്, നമ്മളാണ്, നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. അപ്പം ഈ ഒരു ബന്ധമാണ് നമ്മളെ പരസ്പരം ഈ സമൂഹത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനതയെ ഒരുമിച്ച് നിർത്തുന്നത്. നമ്മൾ ഒന്നാണ്, നാം ഒന്നാണ് എന്ന ഈ വികാരം. അതുപോലെ തന്നെ ഈ പലപ്പോഴും നമ്മൾ യൂണിറ്റിയും യൂണിഫോമിറ്റിയും കൂടെ പറയാറുണ്ട്. യൂണിഫോമിറ്റിയെക്കുറിച്ച് പറയും, ചില സ്ഥലങ്ങളിലൊക്കെ യൂണിഫോമിറ്റിയും യൂണിറ്റിയെക്കുറിച്ചും ചേർത്ത് പറയാറുണ്ട്. പക്ഷെ യൂണിഫോമിറ്റി എപ്പോഴും പറയുന്നത് സാമ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പം നമ്മളൊരു സ്കൂളിലെ കുട്ടികളാണെന്ന്, ഏത് സ്കൂളിലെ കുട്ടികളാണെന്ന് അവരെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? പലപ്പോഴും അവരുടെ യൂണിഫോം നോക്കിയിട്ടാണ്. അപ്പം സിമിലാരിറ്റി അല്ലെങ്കിൽ സാമ്യത, ആ സാമ്യത കണ്ടിട്ടാണ് അവർ ആ സ്കൂളിലെ കുട്ടികളാണ്, അല്ലെങ്കിൽ അവർ ഇന്ന സമൂഹത്തിലുള്ളവരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം യൂണിഫോമിറ്റി എപ്പോഴും ഒരു സാമ്യത്തിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. എന്നാൽ യൂണിറ്റി, ഏകത്വം എന്ന് പറയുന്നത് ഒരിക്കലും സാമ്യതയെ അടിസ്ഥാനമാക്കിയല്ല വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏകത്വം അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്നത് യൂണിഫോമിറ്റിയെ അടിസ്ഥാനമാക്കി ആകണം എന്നില്ല. യൂണിറ്റി ഒരിക്കലും യൂണിഫോമിറ്റിയെ അടിസ്ഥാനമാക്കി ആകണം എന്നില്ല. ഇനി ഡർഖീം ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇത്തരത്തിലുള്ള യൂണിറ്റിയെ പറയുന്നത് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്നാണ് അദ്ദേഹം അതിനെ പറയുന്നത്. മെക്കാനിക്കൽ സോളിഡാരിറ്റി. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ ആധുനിക സമൂഹത്തിൽ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം യൂണിഫോമിറ്റി പറയുന്നതും വ്യത്യസ്തമായിട്ടുള്ള ചില ആസ്പെക്റ്റുകളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പം നേരത്തെ നമ്മൾ യൂണിഫോമിറ്റി, സിമിലാരിറ്റി എന്ന് പറഞ്ഞു, സാമ്യത എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പറയുന്നു ആധുനിക സമൂഹത്തിൽ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തതയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ
എന്ത് പറയും? ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒരു യൂണിറ്റിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയിൽ യൂണിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. എന്നാൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമാണ്. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്ന് പറയുന്നത് കളക്റ്റീവ് ഡിഫറൻസസ് ദാറ്റ് ഈസ് ഡിഫറൻസ് വിച്ച് മാർക്ക് ഓഫ് വൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫ്രം അനദർ. അതായത് ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടരിൽ നിന്നും വ്യത്യസ്തമായി കാണിക്കുന്ന ആ ഒരു കൂട്ടം വേർതിരിവുകൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ. അപ്പം ആ വേർതിരിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരിൽ നിന്ന് വ്യത്യസ്തരായി കാണപ്പെടുന്നത്. അപ്പം ഈ വ്യത്യാസം എന്ന് പറയുന്നത് പല രീതിയിലാകാം. ബയോളജിക്കലാകാം, ജൈവികമായിട്ടുള്ളൊരു വ്യത്യാസം ആകാം, മതപരമായിട്ടുള്ളതാകാം, റിലീജിയസ് ആയിട്ടുള്ളതാകാം, ലിംഗ്വിസ്റ്റിക് ആകാം, ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങളാകാം. അപ്പം ഈ ഇതനുസരിച്ച് അപ്പം നമ്മൾ പറഞ്ഞു വ്യത്യാസം എന്ന് പറയുന്നത് ജൈവികമാകാം, മതപരമാകാം, ഭാഷാപരമാകാം, മറ്റ് അനേക തരത്തിലുള്ള വൈജാത്യങ്ങൾ നമുക്ക് ദൃശ്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജൈവികമായിട്ടുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ ഈ നാനാത്വം എന്ന് പറയുന്നതിനെ, ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് റേഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റും. ആ റേസ്. അതുപോലെ തന്നെ മതപരമായ വ്യത്യാസമാണെങ്കിൽ അതിനെ നമുക്ക് റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്ന് പറയാനായിട്ട് പറ്റും. അപ്പം ജൈവികമായിട്ടുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ റേഷ്യൽ ഡൈവേഴ്സിറ്റി എന്നും മതപരമായ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്നും നമുക്ക് അവയെ വേർതിരിച്ച് കാണാനായിട്ട് പറ്റും. ഇത് ഡൈവേഴ്സിറ്റിക്കും യൂണിറ്റിക്കുമുള്ള ഒരു നിർവചനങ്ങളാണ് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്താണ് ഒരു റേഷ്യൽ ഡൈവേഴ്സിറ്റി? അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായിട്ട് ചിന്തിച്ചു നോക്കാം. ഒരു റേസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാരാണ് വിത്ത് എ സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റീവ് ഫിസിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് സ്കിൻ കളർ, ടൈപ്പ് ഓഫ് നോസ്, ഫോം ഓഫ് ഹെയർ എക്സെട്ര. ഓക്കെ, ഒരു റേസ് അല്ലെങ്കിൽ ഒരു വർഗം എന്ന് നമ്മൾ പറയുന്നത് അവർക്ക് ഭൗതികമായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്, ഡിസ്റ്റിങ്ക്റ്റീവ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. അപ്പം അത് സ്കിൻ, പിന്നെ നമ്മുടെ തൊലിയുടെ നിറമാകാം, അല്ലേ? അവരുടെ ഇപ്പം ഇന്ത്യക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു നിറത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ നിറത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. വിദേശീയരൊക്കെ ആയാലും വളരെ സന്തോഷത്തോടു കൂടി നോക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നിറം എന്ന് പറയുന്നത്. ഇന്ത്യക്കാരുടെ നിറം, സ്കിന്നിൻ്റെ നിറം എന്നൊക്കെ പറയാറുണ്ട്. ഇനി മൂക്കിൻ്റെ ആകൃതി അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള മൂക്കിൻ്റെ ആകൃതി എങ്ങനെയൊക്കെയാണ്, മുടിയുടെ രീതികൾ, ഫോം ഓഫ് ഹെയർ, ഇതൊക്കെയാണ് ഒരു വർഗത്തിന്, ഒരു റേസിന് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക ഒരു റേഷ്യൽ ഡൈവേഴ്സിറ്റി അവർക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ കാണുമ്പോൾ തന്നെ ആ വർഗീയമായിട്ടുള്ള അവരുടെ ആ വർഗത്തിന് അനുസൃതമായിട്ടുള്ള ഫിസിക്കൽസ്, ആ ഭൗതികമായിട്ടുള്ള ഘടകങ്ങൾ, അല്ലെങ്കിൽ ഈ തൊലിയുടെ നിറവും മൂക്കും മുടിയും ഒക്കെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കതിന് റേഷ്യൽ ഡൈവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റും. ഈ ഹെർബർട്ട് റൈസ്ലിയാണ് ഇന്ത്യയിലെ ജനങ്ങളെ 7 റേഷ്യൽ ടൈപ്പാക്കി മാറ്റിയത്. ഹെർബർട്ട് റൈസ്ലി ഹാഡ് ക്ലാസിഫൈഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇൻറ്റു 7 റേഷ്യൽ ടൈപ്സ്. അതൊക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർക്കോ ഇറാനിയൻ ഒരു കൂട്ടരാണ്, ടർക്കോ ഇറാനിയൻ. അപ്പോൾ ഈ ടർക്കോ ഇറാനിയൻ ക്യാരക്ടറിസ്റ്റിക്സ് അതാണ് ഉള്ളത്. അതായത് സ്കിന്നിൻ്റെ കളറ്, മൂക്കിൻ്റെ ആകൃതി, മുടിയുടെ രീതി, ഇതൊക്കെ ആ ടർക്കിഷ് ആൻഡ് ഇറാനിയൻ ടൈപ്പായിരിക്കും. ഇൻഡോ ആര്യൻ രണ്ടാമത്തെ കൂട്ടരാണ്, ഇൻഡോ ആര്യൻ. മൂന്നാമത്തെ കൂട്ടരാണ് സിത്തോ ദ്രവീഡിയൻ. രണ്ടാമത്തെ കൂട്ടരിൽ ആര്യൻ റേസുമായിട്ട് കൂടുതൽ വന്നു. രണ്ടാമത്തേതിൽ സിത്തോ ദ്രവീഡിയൻ. നാലാമത്തെ കൂട്ടരാണ് ആര്യോ ദ്രവീഡിയൻ, മിക്സ് ചെയ്തു, ആര്യോ ദ്രവീഡിയൻ.
അടുത്തത് മംഗളോ ദ്രവീഡിയൻ. മംഗളോയിഡ് ക്യാരക്ടറും ദ്രവീഡിയൻ ക്യാരക്ടറും ഉണ്ട്. മംഗളോ ദ്രവീഡിയൻ. ആറാമത്തെ കൂട്ടരാണ് മംഗളോയിഡ്. ഏഴാമത്തെ കൂട്ടരാണ് ദ്രവീഡിയൻ. അപ്പോൾ ഹെർബർട്ട് റൈസ്ലിയുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഇന്ത്യയിലെ ജനങ്ങൾ 7 റേഷ്യൽ ടൈപ്പിൽ വരുന്നു. അവരാണ് ടർക്കോ ഇറാനിയൻ, ഇൻഡോ ആര്യൻ, സിത്തോ ദ്രവീഡിയൻ, ആര്യോ ദ്രവീഡിയൻ, മംഗളോ ദ്രവീഡിയൻ, മംഗളോയിഡ്, ഒപ്പം ദ്രവീഡിയൻ. എന്നാൽ ഈ 7 വർഗങ്ങളെയും 7 വർഗീയ വിഭാഗങ്ങളെ പിന്നീട് 3 ബേസിക് ഗ്രൂപ്പുകളാക്കി തിരിച്ചു. പിന്നീട് 3 അവരുടെ സാമ്യം ഒക്കെ അനുസരിച്ച്, അതായത് ഒരേപോലെ വരുന്ന കൂട്ടരെല്ലാം കൂടെ ചേർത്തിട്ട് 3 ആക്കി തിരിച്ചപ്പോൾ ഇൻഡോ ആര്യൻ ഒരു കൂട്ടർ, ഇൻഡോ ആര്യൻ, നമ്മൾ നേരത്തെ രണ്ടാമത് പറഞ്ഞ കൂട്ടരായിരുന്നു ഇൻഡോ ആര്യൻ. അപ്പം അത് 2-3 കൂട്ടരും കൂടെ ചേർത്ത് വന്നപ്പോൾ ഇൻഡോ ആര്യനായി. പിന്നെ മംഗോളിയൻ ഗ്രൂപ്പ് വന്നു. പിന്നെ ദ്രവീഡിയൻ. അപ്പം ഇൻഡോ ആര്യൻ, മംഗോളിയൻ, ദ്രവീഡിയൻ, അങ്ങനെയുള്ള 3 അടിസ്ഥാന വർഗങ്ങളാക്കി മാറ്റി. ഹെർബർട്ട് റൈസ്ലിയുടെ അഭിപ്രായത്തിൽ ഈ അവസാനത്തെ 2 വിഭാഗങ്ങൾ, അതായത് ഈ മംഗോളിയനും ദ്രവീഡിയനും പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ അടിസ്ഥാന വർഗത്തിൻ്റെ, അതായത് ട്രൈബൽ അടിസ്ഥാന വർഗത്തിൻ്റെ ഒരു വർഗീയമായിട്ടുള്ള ഒരു ചേരുവകൾ ചേർന്നതാണ് മംഗോളിയനും ദ്രവീഡിയനും എന്നാണ് പറയുന്നത്. അപ്പൊ ഇൻഡോ ആര്യൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഉത്തരേന്ത്യ ഒരു രീതിയുടെ ഒരു മാറ്റം വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു അധിനിവേശത്തിന്റെ ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇന്ത്യയുടെ അടിസ്ഥാന വർഗത്തിന്റെ എല്ലാ റേഷ്യൽ കോമ്പോസിഷനും, അവരുടെ സ്കിൻ കളറും മൂക്കിന്റെ ഘടനയും മുടിയുടെ ഘടനയും ഒക്കെ നോക്കുമ്പോൾ അടിസ്ഥാന വർഗത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളുമുള്ള റേഷ്യൽ ഡൈവേഴ്സിറ്റി ഗ്രൂപ്പാണ് ഏതെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന മംഗോളിയനും ദ്രാവിഡിയനും. 1890 നടന്ന ഈ സെൻസസ് ഇതിനകത്ത് ഇദ്ദേഹമായിരുന്നു അതിൻ്റെ ഒരു നാഥനായിട്ട് പ്രവർത്തിച്ചത്. അപ്പം ഇതിൽ നിന്ന് അടിസ്ഥാനത്തിൽ ഈ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് നടന്നത്. നമ്മൾ നേരത്തെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞെങ്കിലും 1891 സെൻസസ് പ്രകാരം ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നപ്പോഴും, അല്ലെങ്കിൽ ഈ ഒരു വർഗീകരണം വന്നപ്പോൾ, അതിന് കൂടുതൽ അവലംബകമായിട്ട് എടുത്തത് ഭാഷയുടെ വ്യത്യാസമായിരുന്നു, ഭാഷയുടെ രീതികളായിരുന്നു. എന്തിനേക്കാളും ഭൗതികമായിട്ടുള്ള, അതായത് ഇങ്ങനെയുള്ള നമ്മൾ നിറം, മുടി, മൂക്ക് എന്നൊക്കെ പറഞ്ഞ ഈ അടിസ്ഥാന ഭൗതികമായിട്ടുള്ള ചില സ്വഭാവ വിശേഷങ്ങൾക്ക് അപ്പുറത്തായിട്ട് ഭാഷയെ എടുത്തത് കൊണ്ട് റൈസ്ലിയുടെ ക്ലാസിഫിക്കേഷൻ അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകൾ കാണിക്കുകയുണ്ടായി. റൈസ്ലിയുടെ ക്ലാസിഫിക്കേഷൻസ് കുറച്ച് ഇത്തരത്തിലുള്ള പോരായ്മകൾ. അപ്പോൾ ആ റേഷ്യൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അതാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇനിയിപ്പം നമ്മുടെ മോഡേൺ ക്ലാസിഫിക്കേഷൻ, മനുഷ്യരാശിയുടെ ഒരു മോഡേൺ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നീഗ്രോസിൻ്റെ ആ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ പ്രോട്ടോ ആസ്ട്രലോയിഡ്, മംഗളോയിഡ്, മെഡിറ്ററേനിയൻ, വെസ്റ്റേൺ ബ്രാക്കിസെഫാൽസ്, നോർഡിക് തുടങ്ങിയ ക്ലാസിഫിക്കേഷനും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക്, ആ ക്ലാസിഫിക്കേഷനാണ് പ്രധാനമായിട്ട് അതിനകത്ത് അടിസ്ഥാനമായിട്ടുള്ളത്. നെഗ്രിറ്റോസ്, പ്രോട്ടോ ആസ്ട്രലോയിഡ്, മംഗ്ലോയിഡ്, മെഡിറ്ററേനിയൻ, വെസ്റ്റേൺ ബ്രാസിഫാൽസ്, നോർഡിക്. ഇനി ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും? ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റീസ്. അപ്പം ഞാൻ പറഞ്ഞു, ഭാഷ നേരത്തെ റൈസ്ലിയുടെ ക്ലാസിഫിക്കേഷനിൽ പോലും ഭാഷയുടെ ഉപയോഗവും കാര്യങ്ങളും ഒക്കെ കണക്കാക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനേക്കാൾ. അപ്പോൾ ഈ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ശരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 18 ഭാഷകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ 18 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഷകളെന്ന് പറയുന്നത് ആസാമീസ്, അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്. ബംഗാളി, ഗുജറാത്തി, ഹിന്ദി,
കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ് സംസ്കൃതം, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു. ഈ 18 ഭാഷകളിൽ ഹിന്ദി, അപ്പോൾ നമ്മൾ ഈ 18 ഭാഷകളിൽ ഹിന്ദി 39.85%, അതായത് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യ നോക്കുമ്പോൾ അതിൻ്റെ 39.85% സംസാരിക്കുന്നത് ഹിന്ദിയാണ്. ഇനി ബംഗാളി, തെലുങ്ക്, മറാത്തി, ഇത് ഏകദേശം 8%, ഓരോന്നും ഏകദേശം 8%, നമ്മുടെ മൊത്തം ജനസംഖ്യയിലെ 8% ബംഗാളിയും തെലുങ്കും മറാത്തിയും സംസാരിക്കുന്നുണ്ട്. എന്നാൽ തമിഴും ഉറുദുവും ഏകദേശം 6.26% തമിഴും 5.22% ഉറുദുവും സംസാരിക്കുന്നു. അപ്പൊ തമിഴ് സംസാരിക്കുന്നവർ 6.26%, ഉറുദു സംസാരിക്കുന്നവർ 5.22% ശതമാനവുമാണ്. ഇനി ബാക്കിയാണ് 5%-ൽ താഴെയാണ് ബാക്കി എല്ലാ ഭാഷകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 5%-ൽ താഴെ. അപ്പം നമ്മുടെ മലയാളം എന്നൊക്കെ പറയുന്നത് 5%-ൽ താഴെ വരുന്ന ഭാഗത്തിലാണ് വരുന്നത്. ഇത് 1991 സെൻസസ് റിപ്പോർട്ട് പ്രകാരമാണിത് പറയുന്നത്. 1991 സെൻസസ് റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഭാഷാപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഡൈവേഴ്സിറ്റീസ് ഉണ്ട്, വ്യതിയാനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതില് ഇങ്ങനെ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ വിഭാവന ചെയ്തിരിക്കുന്ന അനുമതി പ്രകാരം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ 2 ഭാഷാ കുടുംബത്തിൽ പെടുന്നുണ്ട്. ഇപ്പൊ ഈ 18 ഭാഷകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചുണ്ട്. ഈ 18 ഭാഷകളും പൊതുവെ നമുക്ക് 2 ഭാഷാ കുടുംബത്തിൽ പെടുത്താൻ പറ്റും. അതിൽ കുറച്ച് ഭാഷകൾ ഇൻഡോ ആര്യൻ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് പെടുന്നത്. മറ്റൊന്ന് ദ്രവീഡിയൻ. മലയാളം, കന്നഡ, തമിഴ് ആൻഡ് തെലുങ്ക്, ഈ 3 ഭാഷകളെയാണ് നമ്മൾ ദ്രവീഡിയൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദ്രവീഡിയൻ ലാംഗ്വേജസ് എന്ന് പറയും. ഇനി ഇൻഡോ ആര്യൻ ഫാമിലിയിലോ, അപ്പൊ ഇന്ത്യയിലെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ജനതയുടെ 75% സംസാരിക്കുന്നത് എന്താണ്? ഇൻഡോ ആര്യൻ ഭാഷകളാണ്. നോക്കിയേ, നേരത്തെ നമ്മൾ പറഞ്ഞ 18 ഭാഷകളിൽ നോക്കൂ, മലയാളം, കന്നഡ, തമിഴ്, തെലുങ്കു, ഈ 4 മാത്രമേ ഉള്ളൂ ദ്രവീഡിയൻ ഭാഷയായിട്ടുള്ളത്. അപ്പൊ ബാക്കി 14 18 ഭാഷകളിൽ ബാക്കി 14 ഇൻഡോ ആര്യൻ ഫാമിലിയിൽ പെടുന്നതാണ്. ഇന്ത്യൻ ജനതയുടെ 75% ആൾക്കാരും ഈ ഇൻഡോ ആര്യൻ ഫാമിലിയിൽ പെടുന്ന ഭാഷകളാണ് സംസാരിക്കുന്നത്. എന്നാൽ വെറും 20% മാത്രമാണ് ദ്രവീഡിയൻ ഫാമിലിയിലുള്ള ആൾക്കാർ സംസാരിക്കും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ ഭാഷാപരമായിട്ടുള്ള ഒരു വൈജാത്യം എത്രമാത്രം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. 18 ഇപ്പൊ നമ്മൾ ഭരണഘടന അനുശാസിക്കുന്ന 18 ഭാഷകളെ കുറിച്ച് പറയുകയാണ്. പക്ഷെ നമ്മൾ ഓരോ ഭാഷകളിലേക്ക് എടുക്കും തന്നെ ഇപ്പം നമ്മുടെ കേരള സംസ്ഥാനത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ തന്നെ മലയാള ഭാഷയ്ക്ക് തന്നെ എത്രമാത്രം, അതായത് ഓരോ ജില്ലകളിൽ നിന്നും വേർതിരിച്ച് വരും തോറും ഭാഷാ പ്രയോഗത്തിൽ വ്യത്യാസം വരുന്നുണ്ട്, പദപ്രയോഗത്തിലും ഉച്ചാരണത്തിലും അതിൻ്റെ ഒക്കെ രീതികളിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മലയാളം എന്ന ഭാഷയ്ക്ക് പോലും അതിൻ്റെതായിട്ടുള്ള ഒരു ദേശീയമായിട്ടുള്ള ഒരു വൈജാത്യം നമുക്ക് ഇവിടെ തന്നെ വ്യത്യാസം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് 18 ഭാഷകൾ എന്ന് പറയുമ്പോൾ അതിനുള്ള മറ്റുള്ള പിരിവുകളും കൂടെ ഒക്കെ കൂട്ടുവാണെങ്കിൽ എത്രമാത്രം വൈജാത്യമുണ്ട്, നമ്മുടെ ഭാഷാപരമായിട്ടുള്ള വൈജാത്യം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി റീജിയണൽ ഡൈവേഴ്സിറ്റി, അതായത് ദേശീയമായിട്ടുള്ളത്. റീജിയണൽ ഡൈവേഴ്സിറ്റി, ഈ റിലീജിയണൽ ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പൊ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈന മതക്കാര്,
ബുദ്ധമതക്കാർ. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ മതങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഹിന്ദുവിനെ മുസ്ലിമിനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും അവരെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഇനി മറ്റ് മൈനോറിറ്റി റിലീജിയൻസ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് ഒക്കെ അവരുടേതായിട്ടുള്ള ചില പ്രത്യേക ഏരിയകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് ക്രിസ്ത്യൻസ് ഏറ്റവും കൂടുതൽ അവരുടെ പ്രഭാവം കാണുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത് 3 സദേൺ സ്റ്റേറ്റ്സ് ഓഫ് കേരള, തമിഴ്നാട് ആൻഡ് ആന്ധ്രാപ്രദേശ്. അപ്പം സദേൺ സ്റ്റേറ്റ്സിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കൂടുതൽ ക്രിസ്ത്യൻ സമൂഹം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള വടക്ക് കിഴക്ക് പശ്ചിമ സംസ്ഥാനങ്ങളായ നാഗാലാൻഡ്, മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിലും ക്രിസ്തു മതത്തിലുള്ളവരെ കാണാൻ പറ്റുന്നത്. അപ്പം ഹിന്ദു മതത്തിൽപ്പെട്ടവരും മുസ്ലിം മതത്തിൽപ്പെട്ടവരും ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ക്രിസ്ത്യൻസിന് കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയുണ്ട്. ഇനി സിഖുകാർ കൂടുതൽ കാണപ്പെടുന്നത് പഞ്ചാബ്. സിഖുകാരെ കൂടുതൽ പഞ്ചാബിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബുദ്ധമതസ്ഥരെ കാണുന്നത് നമുക്ക് മഹാരാഷ്ട്രയിലാണ് കാണപ്പെടുന്നത്. ബുദ്ധമതസ്ഥരെ കാണുന്നത് മഹാരാഷ്ട്രയിലാണ്. അതിൽ ജെയിൻ സമൂഹത്തിൽപ്പെട്ടവരെ കാണുന്നത് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഗുജറാത്തിലുമാണ്. അതുപോലെ തന്നെ നമ്മുടെ വളരെ നാഗരികമായിട്ട് വികസിതമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ നമുക്ക് ഈ ജൈന മതത്തിൽപ്പെട്ടവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള റിലീജിയണൽ ആയിട്ടുള്ള ഒരു വൈജാത്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം മതപരമായ വ്യത്യാസങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്, അവരെവിടെയൊക്കെ കാണപ്പെടുന്നു. ഇനി കാസ്റ്റ് ഡൈവേഴ്സിറ്റി, അതായത് ജാതീയമായിട്ടുള്ള വ്യത്യാസം. അപ്പം മതത്തിൻ്റെ കൂടെ കുറച്ചുകൂടെ തീവ്രമായിട്ട് കൂടുതൽ ഉള്ളിലേക്ക് പോകുന്ന ഒരു സംഭവമാണ് കാസ്റ്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാകാം, ഇന്ത്യയെക്കുറിച്ച് പലപ്പോഴും വിദേശികളായിട്ടുള്ള പലരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ ഇത്രമാത്രം ജാതി വ്യത്യാസങ്ങളുണ്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് ജാതികളുടെ ഒരു രാജ്യം എന്നൊക്കെ തന്നെ ചിലപ്പോഴും പറയാറുണ്ട്. അപ്പം പക്ഷേ ഈ ജാതി അല്ലെ കാസ്റ്റ് എന്ന് പറയുന്ന വാക്ക് 2 ആശയങ്ങളിലാണ് അത് ഉപയോഗിക്കുന്നത്. 2 അടിസ്ഥാനമുണ്ട്. ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളൊരു വളരെ എന്താ പറയുക, ഒരു ചുരുങ്ങിയ രീതിയിൽ ചിന്തിക്കുന്നത് പോലെയല്ല. കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ 2 പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വർണ്ണ, അതുപോലെ തന്നെ ജാതി. 2 രീതിയിലാണ്. വർണ്ണം, ജാതി. ഈ 2 ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, തലങ്ങളിലാണ് പ്രധാനമായിട്ടും കാസ്റ്റ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ പറയുന്നത്, ജാതീയമായ വൈജാത്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ വർണ്ണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 തരത്തിലുള്ള ഒരു ഡിവിഷനുണ്ട്. ഹിന്ദു മതത്തിൽ തന്നെ അനുവർത്തിതമായിട്ടുള്ള 4 തരത്തിലുള്ള ഒരു വർണ്ണം, ആ ഒരു വ്യതിയാനത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിത് പറയുന്നത്. ഈ 4 വർണ്ണങ്ങൾ എന്ന് വെച്ചാൽ ചതുർവർണ്ണ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഏതൊക്കെയാണ് അവയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് 4 വർണ്ണങ്ങളായിട്ട് അവരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ 4 വർണ്ണങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ജോലിയുടെ, അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവർ എന്ത് ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ചാതുർവർണ്ണയത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മമായിരുന്നു. ധർമ്മ, അർത്ഥ, മോക്ഷ, കാമ, മോക്ഷ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ധർമാർത്ഥ, കാമ, മോക്ഷ. അപ്പൊ ധർമ്മത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ബ്രാഹ്മണൻ അറിവ് പകർന്നു കൊടുക്കേണ്ടവനാണെന്നാണ് വിവക്ഷിക്കുന്നത്. അറിവ് പഠിപ്പിക്കുക, അറിവ് പകർന്നു കൊടുക്കുക, ജ്ഞാനം, ബ്രഹ്മജ്ഞാനം ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് അവരിൽ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യം. ആ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണൻ എന്ന ഒരു വർണ്ണം ഉണ്ടായത്. ഇനി ക്ഷത്രിയ എന്നാൽ അവരുടെ ധർമ്മം എന്തായിരുന്നു? ക്ഷത്രിയ വംശത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് രാജ്യത്തെ സംരക്ഷിക്കുക, യുദ്ധം ചെയ്യുക, രാജ്യത്തെ സംരക്ഷിക്കുക, പോരാളികളാവുക. അപ്പൊ ഈ പോരാളികളാകുന്ന ഒരു വിഭാഗമായിരുന്നു ക്ഷത്രിയ.
ഇനി നമ്മുടെ രാജ്യത്തുള്ള കച്ചവടവും കൃഷിയും തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ, കച്ചവടത്തിലാണ് കൂടുതൽ, വ്യവസായം, വാണിജ്യം തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു വൈശ്യ എന്ന് പറയുന്ന സമൂഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. നാലാമത് വരുന്ന ശൂദ്ര എന്ന വർണ്ണത്തില് ബാക്കിയുള്ള എല്ലാ ജോലികളും, അതായത് ഇതോടനുബന്ധമായിട്ട് ഈ വർണ്ണങ്ങളുടെയൊക്കെ അടിസ്ഥാനമായിട്ട് ചെയ്യേണ്ടുന്ന ജോലികൾ ചെയ്യുന്ന ഒരു കൂട്ടരായിരുന്നു ശൂദ്ര വിഭാഗത്തിൽ വരുന്നത്. അപ്പൊ ഈ 4 തരത്തിലുള്ള വർണ്ണങ്ങൾ അവരുടെ ധർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കൊണ്ടുവന്നത്. ഈ തരത്തിലുള്ള ഒരു വ്യതിയാനം ഇന്ത്യയിലുടനീളം നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇന്ത്യയിലെ ചരിത്രമായാലും നമ്മൾ എപ്പോഴും ഭൂതകാല വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെല്ലാം എടുത്തു നോക്കിയാലും ഇപ്പോഴും ഇത്തരത്തിലുള്ള പല വർണ്ണ വ്യതിയാനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ജാതി. ഇപ്പൊ ജാതിയുടെ അടിസ്ഥാനത്തിൽ വരുമ്പോ എന്താണ്? അപ്പൊ ഏതെങ്കിലും ഒരു ജാതി അവരുടെ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനമായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനെയാണ് അല്ലെങ്കിൽ വർഗീകരണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, ഇങ്ങനെ തൻ്റെ പരമ്പരാഗതമായ കുടുംബ തൊഴിലുകൾ ചെയ്യുന്ന 3000-ൽ പരം ജാതി ഇന്ത്യയിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയില് പല ഇന്ത്യ മഹാരാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും ജനങ്ങളുടെ ഒരു കാസ്റ്റ് ഡൈവേഴ്സിറ്റി, അതായത് ജാതീയമായിട്ടുള്ള വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വർണ്ണപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ നമുക്ക് ഇത്തരണത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇപ്പൊ പൊതുവെ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പൊതുവെ ഇങ്ങനെ പലതരത്തിലുള്ള ജാതികളെ കുറിച്ചും എണ്ണിയാലൊടുങ്ങാത്ത ജാതികളെ കുറിച്ചുള്ള സംഭാഷണങ്ങളും വർത്തമാന പശ്ചാത്തലത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ ജാതി, ബാക്കി മുസ്ലിം മതത്തിലോ ക്രിസ്ത്യനിലോ സിഖിലോ ഒന്നും ജാതിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ഈ മുസ്ലിം മതത്തിലും ക്രിസ്തു മതത്തിലും സിഖ് മതത്തിലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ജാതീയമായിട്ടുള്ള പല വേർതിരിവുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഷെയ്ഖ്, മുസ്ലിം മതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു കൂട്ടര്, സെയ്ദ് എന്ന് പറയുന്ന ഒരു കൂട്ടര്, മുഗൾ എന്ന് പറയുന്ന ഒരു കൂട്ടര്, പത്താൻ എന്ന് പറയുന്ന ഒരു കൂട്ടര്. അതുപോലെ തന്നെ ഇപ്പം ഇത് കൂടാതെ പിന്നെ തേലി എന്നത് ഓയിൽ ഒക്കെ ആയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. തേലി എന്ന് പറയുന്ന ഒരു ഒരു ജാതിയുണ്ട്. ധോബി, അതായത് വാഷർമാനായിട്ടുള്ളവർക്ക്, വാഷ് ചെയ്യുന്ന തുണികളൊക്കെ കഴിയൊക്കെ ധോബി എന്ന് പറയുന്ന ഒരു വിഭാഗം. അതുപോലെ ദർജി, അതായത് തയ്യൽക്കാരൻ. ഈ മുസ്ലിം സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. അപ്പൊ ഹിന്ദു മതത്തിലെ പോലെ തന്നെ മുസ്ലിം മതത്തിലും ഇസ്ലാം മതത്തിലും നമുക്ക് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കാണാൻ പറ്റും, സെയ്ദ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ കാണാൻ പറ്റും, മുഗൾ എന്ന ഒരു സമൂഹത്തിനെ കാണാൻ പറ്റും, പത്താൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കാണാൻ പറ്റും. കൂടാതെ തെലി, ധോബി, ദർജി എന്ന് പറയുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ക്രിസ്തീയ സമൂഹത്തിനകത്തും ഇത്തരത്തിലുള്ള ജാതീയമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഈ കാസ്റ്റ് കോൺഷ്യസ്നസ് അവരിലുമുണ്ട്. അപ്പം നമുക്കറിയാം, പിന്നെ ഈ ക്രിസ്ത്യൻസിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് പറയാത്ത ഒരു കാര്യം, പറയാൻ പറ്റാതിരിക്കാത്തൊരു കാര്യം, കൂടുതൽ ക്രിസ്ത്യൻസും ഹിന്ദു മതത്തിൽ നിന്നും കൺവേർട്ട് ചെയ്ത് വന്നിട്ടുള്ളവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കൺവേർഷൻ നടക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഹിന്ദുമതം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ഇത്തരത്തിലുള്ള 100 കണക്കിന് ജാതികളിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വ്യത്യസ്തമായ ജാതീയമായ ചിന്തകളും ജീവിത രീതികളും ഒക്കെ അനുവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ക്രിസ്തു മതത്തിലേക്ക് മാറ്റപ്പെടുമ്പോഴും അവരുടെ ഉള്ളിലുള്ള ജാതിയും ആ കൂടെ ഇങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പോ എന്തായി? അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ
ഈ ക്രിസ്തു മതത്തിൽ അടിസ്ഥാനപരമായിട്ട് ക്രിസ്തു മതത്തിനകത്ത് ജാതീയമായിട്ടൊരു വേർതിരിവ് ഇല്ല. പക്ഷെ ഇത് ആരൊക്കെയാണോ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത്, ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വന്നത്, ആ പരിവർത്തനം ചെയ്യപ്പെട്ട് വന്ന ആൾക്കാരുടെ മനസ്സിൽ ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന ആ ഹൈന്ദവ ജാതീയത എന്ന് പറയുന്നത് അവര് ക്രിസ്ത്യാനികളായപ്പോൾ അതിലേക്ക് മാറി. അപ്പൊ അങ്ങനെ ക്രിസ്ത്യാനിറ്റിയിലും ജാതി വന്നു, വേർതിരിവുകൾ വന്നു. അപ്പൊ അതിന്റെ പല ക്ലാസിഫിക്കേഷനുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പല കാര്യങ്ങൾ ഇപ്പോഴൊക്കെ നമ്മൾ ഒത്തിരി ക്രിസ്തീയമായിട്ടുള്ള സമൂഹങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇനി അതുപോലെ തന്നെ സിഖുകാരെ കുറിച്ച് നോക്കുകയാണെങ്കിലോ അവിടെയുമുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം ജാട്ട് സിഖ്, ജാട്ട്, മജഹബി സിഖ്, അതായത് ജാട്ട് സിഖിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ സിഖുകാരാണ് മജഹബി. അപ്പൊ അവിടെയും രണ്ടത്. അപ്പൊ ജാട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ജന്മിമാരായിട്ടുള്ളതാണ്, പ്രമാണിത്വം കൂടുതലുള്ളവർ. അപ്പൊ അവര് ഈ മജഹാബി സിഖുകാരെ കുറച്ചുകൂടെ ഒരു താഴ്ന്ന സമൂഹമായിട്ടാണ് കരുതുന്നത്. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിൽ, അതായത് ഇപ്പം ട്രൈബൽ ആയിട്ടുള്ള ആദിവാസി മേഖലകളിലുള്ള ആൾക്കാർ, റൂറൽ ആയിട്ടുള്ള ചില സെറ്റിൽമെന്റ്സ്, അതായത് സെറ്റിൽമെന്റ് പാറ്റേൺസ് നമുക്കറിയാം. റൂറൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രീതിയുണ്ട്, നഗരങ്ങളിൽ താമസിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇനി വിവാഹം, കുട്ടികളെ വളർത്തൽ, ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന മതപരവും ദേശീയവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സാംസ്കാരികമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് വേർതിരിവുകളായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ വേർതിരിവുകളും നിങ്ങൾക്ക് ഈ പാഠത്തിന്റെ വരും ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെ ഈ നമ്മൾ പറഞ്ഞു നാനാത്വമാണെന്ന് പറഞ്ഞു, നാനാത്വത്തിൽ ഏകത്വമാണെന്ന് പറഞ്ഞു. അപ്പം ഈ ഡൈവേഴ്സിറ്റി ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നപ്പോൾ വളരെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ് മൊത്തം. നോക്കുമ്പോൾ ജാതീയമായ വേർതിരിവുകൾ ഭയങ്കരം, പിന്നെ ഈ ഭാഷാപരമായിട്ടുള്ള വേർതിരിവുകൾ നോക്കാൻ അതും വളരെ കൂടുതലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ വേർതിരിവുകൾക്കിടയിലും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇവരെല്ലാം ഒരേ ഭരണഘടനയുടെ അടിയിൽ, ഒരേ രാജ്യം, ഒരേ രക്തം എന്ന ചിന്തയിൽ കഴിയുന്നുണ്ടെങ്കിൽ ഇവരെ പരസ്പരം ബന്ധിക്കുന്ന എന്തോ ഒന്ന് ഉണ്ടല്ലോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പം ഈ നാനാത്വം അല്ലെങ്കിൽ വൈജാത്യങ്ങൾക്കിടയിൽ അവർ ഒരുമിപ്പിച്ച് നിർത്തുന്നത് എന്താണ്? അപ്പൊ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഭാഷയുണ്ട്, ആചാരമുണ്ട്, മതമുണ്ട്. എത്ര നോക്കിയാലും ഇതൊക്കെ പറഞ്ഞാലും ശരി ഇന്ത്യക്കാരൊന്നാണ്. അപ്പം അന്തർലീനമായിട്ടുള്ള എന്തോ ഒരു പാരമ്പര്യപരമായിട്ടുള്ള എന്തോ ഒരു ചേർച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം, ആ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇങ്ങ് ഹിമാലയത്തിൽ നിന്ന് കന്യാകുമാരി വരെ നിവർന്ന് നീണ്ടു കിടക്കുന്ന ഈ മഹാരാജ്യത്തിലെ ജനങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന കാര്യത്തിന് അടിസ്ഥാനം. ഈ വ്യത്യാസങ്ങൾക്കിടയിലും ആ വ്യത്യാസങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ പറയാൻ പറ്റും? ജിയോ പൊളിറ്റിക്കൽ യൂണിറ്റി, ജിയോഗ്രഫിക്കലായിട്ട്. അപ്പം നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളാണല്ലോ അത്. ജിയോ പൊളിറ്റിക്കൽ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു യൂണിറ്റി ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പിൽഗ്രിമേജ്, തീർത്ഥാടനം. ഒരുപക്ഷെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരുപക്ഷെ നമ്മളെ ഏകത്വത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. ട്രഡീഷൻ ഓഫ് അക്കോമഡേഷൻ, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാഗം എന്ന് പറയുന്നത്. ട്രഡീഷൻ ഓഫ് ഇന്റർഡിപ്പെൻഡൻസ്, പരസ്പരം ചേർന്ന് പോകാനുള്ള, പരസ്പരം ബന്ധപ്പെടാനുള്ള ആ ഒരു താല്പര്യം. അപ്പം 4 തരത്തിലാണ് പ്രധാനമായിട്ടും ബോൺസ് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഈ 4 തരത്തിലുള്ള ബോണ്ടിങ്ങുകളാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത്. അത് ജിയോ പൊളിറ്റിക്കൽ, ഭൂമിശാസ്ത്രവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഒരു ഏകത്വമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പിൽഗ്രിമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടനപരമായിട്ടുള്ള ഏകത്വങ്ങളുണ്ട്. അക്കോമഡേഷൻ ഉണ്ട്, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനോഭാവമുണ്ട്. ട്രഡീഷൻ ഓഫ് ഇന്റർഡിപ്പെൻഡൻസ് ഉണ്ട്, ഈ പറയുന്ന ഈ പരസ്പരം ബന്ധപ്പെട്ടു പോകാനുള്ള ഒരു താല്പര്യമുണ്ട്.
ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. എന്താണ് ഈ ജിയോ പൊളിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് ബോണ്ട് ഓഫ് യൂണിറ്റി ഓഫ് ഇന്ത്യ ഈസ് ഫൗണ്ട് ഇൻ ഇറ്റ്സ് ജിയോ പൊളിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ. അപ്പം ഇവിടെ ഒന്ന് നോക്കിയേ, ഹിമാലയം മുതൽ അങ്ങ് വടക്കേ അറ്റത്ത് ഹിമാലയം മുതൽ ബാക്കി 3 സ്ഥലങ്ങളിൽ 3 ദിക്കിലും സമുദ്രങ്ങളാണ്, മഹാസമുദ്രങ്ങളാണ് അല്ലേ? പടിഞ്ഞാറ് അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രമൊക്കെ ആയിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെയാണ് ഒരു ഏകത്വം ഉണ്ടാകുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് നോക്കുവാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, അതായത് രാഷ്ട്രീയമായിട്ട് എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണിത്. പൊളിറ്റിക്കലി ഒരു സോവറിൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഒരേ ഭരണഘടന, ഒരേ പാർലമെന്റ്, ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സംസ്ഥാനങ്ങളിലുള്ള അതിൻ്റെ രീതികളും ഒരുപോലെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഡെമോക്രസിയിലും സെക്കുലറിസത്തിലും സോഷ്യലിസത്തിലും അടിസ്ഥാനമായിട്ടിരിക്കും. ജനാധിപത്യം, മതേതരത്വം, സാമൂഹികത്വം. അപ്പൊ ജനാധിപത്യം, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണം സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ എല്ലാ മതങ്ങൾക്കും ഇവിടെ തുല്യ പ്രാധാന്യമാണുള്ളത്. പ്രാതിനിധ്യം എല്ലാവർക്കും ഒരുപോലെയാണ്. സോഷ്യലിസം, സാമൂഹികമായിട്ടുള്ള ധാരണകൾ. അപ്പം ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ നോക്കിയപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുവാണെങ്കിൽ അങ്ങ് വടക്കേ അറ്റത്ത് ഹിമാലയം, അവിടുത്തെ ഉള്ള ഒരു ഭൂമിശാസ്ത്രപരമായ അവസ്ഥയല്ല ഇങ്ങ് നമ്മുടെ തെക്കൻ സ്ഥലങ്ങളിലേക്കോ വടക്കോ തെക്കോ ഒക്കെ പടിഞ്ഞാറോ ഒക്കെ പോകുന്ന സമയത്തുള്ളത്. അപ്പൊ 4 അതിരുകൾ നമ്മൾ നോക്കുമ്പോൾ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇതിനുള്ളിൽ ഇവരെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു ബോണ്ടുണ്ട്. അപ്പൊ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഭൗമശാസ്ത്രപരമായ വ്യത്യാസങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഏകത്വം, രാഷ്ട്രീയമായ ചിന്തകൾ, അതുപോലെ തന്നെ നമ്മൾ അനുവർത്തിക്കുന്ന ഈ പറയുന്ന ജനാധിപത്യം വിശ്വാസങ്ങള്, മതേതരത്വ ചിന്തകള്, സാമൂഹികമായ നമ്മളുടെ അവബോധം, ഇവയാണ് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ നമ്മെ സഹായിക്കുന്നത്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പിൽഗ്രിമേജ്. അപ്പൊ സ്വാഭാവികമായിട്ടും പറയാനെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ക്ഷേത്രങ്ങളുടെ, അമ്പലങ്ങളുടെ, അല്ലെങ്കിൽ ഇത്തരമുള്ള ആരാധനാലയങ്ങളുടെ രാജ്യമാണെന്ന് വേണേൽ നമുക്ക് പറയാം. ആരാധനാലയങ്ങളുടെ രാജ്യം. അപ്പൊ ഈ ഏകത്വം, ഈ വൈജാത്യങ്ങൾക്കിടയിലും ഏകത്വത്തിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ക്ഷേത്ര സംസ്കാരമാണ്. ഈ ക്ഷേത്ര സംസ്കാരം അല്ലെങ്കിൽ ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ സംസ്കൃതി എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് പോലെയാണ്. ആരാധനാലയങ്ങൾക്കും ഈ വിശുദ്ധ സ്ഥലങ്ങളിലും ഒക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്ന മനസ്സിൻ്റെ ഉള്ള ഒരു ഏകത്വം, ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടും. അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ വ്യത്യസ്ത ജാതി മതസ്ഥരായ ആൾക്കാർ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവര് ഒരേപോലെ ഒരേ രീതിയിലൂടെ ആ ഒരു സന്നിധിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഉടനെ അവിടെ ചെല്ലുമ്പോൾ അവർക്കൊരു ഏകത്വമായി. കറുപ്പെടുത്ത്, അപ്പൊ അവിടെ ചെന്നപ്പോൾ വ്യത്യസ്തരായിരുന്നു, പക്ഷെ അവർ കറുത്ത വസ്ത്രം. ഇത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്ന് പറയുന്നത് പോലെ അവിടെ ചെന്നപ്പോൾ അവർക്കൊരു ഏകത്വം ഉണ്ടായി. അപ്പൊ ആ ആരാധനാലയം എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം ജനതയെ ഏകോപിപ്പിക്കാനായിട്ട് സഹായിച്ചു. ഇപ്പൊ ബദ്രീനാഥ്, കേദാർനാഥ്, ഇപ്പം വടക്കേ അറ്റത്ത് ബദരീനാഥിൽ നിന്നും കേദാർനാഥിലേക്കുള്ള തീർത്ഥാടന യാത്രകള്, രാമേശ്വരം, സൗത്തിലെ രാമേശ്വരത്തില്, ജഗന്നാഥപുരി, കിഴക്ക് ജഗന്നാഥപുരിയില്, എന്നാൽ പടിഞ്ഞാറ് ദ്വാരക, ഇതൊക്കെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മത കേന്ദ്രങ്ങളാണ്.
അതുപോലെ തന്നെ ഈ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെ കുറിച്ച് നോക്കുമ്പോഴെല്ലാം വിശുദ്ധമായിട്ടുള്ള നദികളും അതോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പൊ നോക്കുകയാണെങ്കിൽ അങ്ങ് തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയും അങ്ങ് പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെയും നോക്കുകയാണെങ്കിൽ ഈ പടർന്നു കിടക്കുന്ന എല്ലാ ആരാധനാലയങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശാലമായ നദികൾ, അപ്പൊ ഓരോ നദികൾക്കും അടിസ്ഥാനപരമായിട്ട് ചില കഥകളും ചില പുരാണത്തിലൊക്കെ ഉള്ളവരുടെ സ്വാധീനവും സ്ഥാനവും ഒക്കെ പലപ്പോഴും പല നദികളെയും നമ്മൾ പിന്നെ പുണ്യനദിയായിട്ടാണ് കരുതുന്നത്, അല്ലേ? ഇപ്പൊ ഗംഗാ നദിയിലേക്ക് മുങ്ങുക, അപ്പൊ ഗംഗ ഇപ്പൊ പൊല്യൂട്ടഡ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ മനുഷ്യരുടെ മനസ്സിലുള്ള ഒരു വിചാരം, ഇന്ത്യക്കാരുടെ മനസ്സിലുള്ള ഒരു വിചാരം, ഗംഗാജലം ഒന്ന് തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ പുണ്യമായി. ഇപ്പൊ സരസ്വതി, പമ്പാ നദി എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പറയുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളോടനുബന്ധമായിട്ട് ഇത്തരത്തിലുള്ള നദികളും ചേരും. അപ്പം അങ്ങേ അറ്റത്ത് നിന്നാ എനിക്ക് തോന്നുന്നത് ആ തെക്കേ അറ്റത്ത് നിന്നും പടിഞ്ഞാറേ വടക്കേ അറ്റം വരെയും, വടക്കേ അങ്ങ് പടിഞ്ഞാറേ അറ്റത്തുനിന്ന് കിഴക്കേ അറ്റം വരെയും ഈ ഒഴുകുന്ന ഈ നദികൾ, തീർത്ഥാടന കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റി ഒഴുകുന്ന ഈ നദികള് ഈ മനുഷ്യരുടെ മനസ്സുകളെയും കൂടി ഒരുമിച്ച് ചേർത്തെടുക്കുന്നുണ്ടെന്ന് തോന്നി ആരാധനാലയങ്ങളുടെ അവരുടെ ആ ഒരു പരമോന്നതമായ പുണ്യമായിട്ടുള്ള ഒരു സാന്നിധ്യം വളരെ അധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഈ പുരാതനമായിട്ടുള്ള ഈ തീർത്ഥാടന യാത്രകള് അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്, തെക്ക് ദേശത്ത് നിന്നും വടക്ക് ദേശത്തേക്ക് പോവുകയാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു കൾച്ചറൽ യൂണിറ്റി അവിടെ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി അനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ തനതായിട്ടുള്ള സാംസ്കാരിക ചിന്തകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ സാംസ്കാരിക ചിന്തകളുള്ള മറ്റൊരു സ്ഥലത്തേക്ക് നടത്തുന്ന ഒരു തീർത്ഥാടന യാത്ര എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മാതൃരാജ്യത്തിന്റെ നെഞ്ചിലൂടെ നടക്കുന്ന ഈ ഒരു ആരാധന എന്ന് പറയുന്നത് വളരെയധികം ആളുകൾക്കിടയിൽ ഒരു കൂട്ടിച്ചേരലുകൾ, ബന്ധപ്പെടലുകൾക്കിടയാക്കി. അതോടൊപ്പം തന്നെ ഒരു കൾച്ചറൽ അഫിനിറ്റിയുടെ, ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു യൂണിറ്റിക്ക് വന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ പിൽഗ്രിമേജ് അല്ലെങ്കിൽ തീർത്ഥാടന യാത്ര എന്ന് പറയുന്നത് ആണ് ശരിക്കും ഒരു കൾച്ചറൽ യൂണിറ്റി ഉണ്ടാക്കിയത്. അപ്പം ഒരു ജിയോളജിക്കൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്നും സാംസ്കാരിക വൈജാത്യമുള്ള ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള ഈ തീർത്ഥാടനം നമ്മുടെ മനസ്സുകളെ ഏകോപിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പിൽഗ്രിമേജ്. അപ്പൊ ജിയോപൊളിറ്റിക്കൽ ഡൈവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു, യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയാണ് തീർത്ഥാടനം ഇതിനെ സഹായിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ട്രഡീഷൻ ഓഫ് അക്കോമഡേഷൻ. അടുത്തത് ട്രഡീഷൻ ഓഫ് അക്കോമഡേഷൻ. ആ വാക്ക് തന്നെ നമുക്കറിയാം. ഹിന്ദുയിസത്തിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള റിലീജിയൻ അല്ല. എ റിലീജിയൻ ഹാവിങ് വൺ ഗോഡ്, വൺ ബുക്ക് ആൻഡ് വൺ ടെമ്പിൾ. ഇതിനെയാണ് നമ്മളൊരു ഹോമോജീനിയസ് പറയുന്നത്. അപ്പം ഹിന്ദുയിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ 33 ദേവകളുണ്ടെന്ന് വരെയൊക്കെയാണ് പറയുന്നത്. അപ്പം ധാരാളം വിശ്വാസങ്ങളുണ്ട്, ധാരാളം ദൈവികമായിട്ടുള്ള ആരാധനയിലൊക്കെ വ്യത്യാസമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അത്ര വളരെ വിശാലമായിട്ടുള്ള വിശ്വാസമുണ്ട്. പോളിസ്തെസിക്, അതായത് മൾട്ടിപ്പിൾ, പലതരത്തിലുള്ള ദൈവിക വിശ്വാസങ്ങൾ, ദൈവിക രൂപങ്ങൾ ആരാധിക്കുന്ന പലരും പല സ്ഥലങ്ങളും നോക്കുകയാണെങ്കിൽ പലരും ആരാധിക്കുന്ന ഈ ദേവീ ദേവഗണങ്ങൾക്ക് പോലും വ്യത്യസ്തമായിട്ടുള്ള രൂപഭാവങ്ങൾ വരെയുണ്ട്. എന്നാൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഹിന്ദു മതത്തിന്റെ ഒരു പ്രത്യേകത നോക്കിയാൽ ഈവൻ ഒരു വില്ലേജിലുള്ള ഒരു ദേവതയെ പോലും, അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തിന്റെ ഒരു അടിസ്ഥാന വിശ്വാസത്തെ പോലും, ആരാധനയെ പോലും ഉൾക്കൊള്ളാൻ തക്ക വിധം വലുതാണ്, ബൃഹത്താണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ എന്തുകൊണ്ടാണ് 33 ദേവകൾ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു അടി നടക്കുന്നില്ലല്ലോ, അവിടെ ഒരു വഴക്കില്ല.
ഈ 30 മുക്കോടി വന്നാലും ഇനിയും വീണ്ടും ഒരു 33 മുക്കോടി ദൈവങ്ങൾ കൂടെ വന്നാൽ പോലും അവരെയും ഒക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു വിശാല കാഴ്ചപ്പാട് ഹിന്ദു മതത്തിലുണ്ട്. അത് നമുക്ക് നോക്കാം. പുരാതനമായിട്ടുള്ള പല കാഴ്ചപ്പാടുകളും പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. കാരണം ഹിന്ദുമതമാണ് എല്ലാ മതങ്ങളെയും, ഇവിടെയുള്ള എല്ലാ ഇസ്ലാം മതത്തിനെ ആയാലും ക്രിസ്തു മതത്തിനെ ആയാലും ജൈന മതത്തിനെ ആയാലും ബുദ്ധമതത്തിനായാലും അവർക്കെല്ലാം ഒരിടമായതും ആശ്വാസമായതുമായിട്ടുള്ള ഒരു മതമാണത്. ഹിന്ദുയിസം എന്നുള്ള രീതിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ പറയുന്നത് രണ്ട് രീതിയിലാണ്. രണ്ട് ഹിന്ദുയിസം ഉണ്ട്. സംസ്കൃതിക്ക് അനുസൃതമായിട്ടുള്ളതും പോപ്പുലർ ആയിട്ടുള്ളതും. സാൻസ്ക്രിറ്റ് ഈസ് ദാറ്റ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദ ടെക്സ്റ്റ്, അതായത് നമ്മുടെ റിലീജിയസ് ബുക്സ് ആയിട്ടുള്ള വേദങ്ങളിലൊക്കെ കാണപ്പെടുന്ന, വേദങ്ങൾ ഉപനിഷത്തിലൊക്കെ കാണപ്പെടുന്ന കാര്യങ്ങളാണ് ഒരു തരത്തിലുള്ളത്. മറ്റൊന്ന് പോപ്പുലർ, ദാറ്റ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദ ആക്ച്വൽ ലൈഫ് സിറ്റുവേഷൻ ഓഫ് ദ വാസ്റ്റ് മാസസ്. വിശാലമായ ആൾക്കാരുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന കാര്യങ്ങളാണ് പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പൊ പുസ്തകങ്ങളിൽ എഴുതി വെക്കപ്പെട്ട വിശ്വാസ സംഹിതകളുണ്ട്. രണ്ടു തരത്തിലുള്ള ഹിന്ദുയിസം ആണ്. പുസ്തകങ്ങളിൽ എഴുതി വെക്കപ്പെട്ട, അതായത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകളിലും വേദങ്ങളും ഉപനിഷത്തുകളും പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റുന്ന റിലീജിയസ് ആയിട്ടുള്ള ഒരു ഹിന്ദുയിസം. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിൽ ഉപയുക്തമാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ റോബർട്ട് റെഡ്ഫീൽഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ രണ്ട് കാര്യത്തിനെയും പറയുന്ന ഒരു കാര്യമാണ് ഗ്രേറ്റ് ട്രഡീഷൻ ഓഫ് രാമായണ ആൻഡ് മഹാഭാരത. അപ്പൊ ആ ഒരു രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും അടിസ്ഥാനപരമായ ആശയങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ വില്ലേജിലും ഗ്രാമങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന അടിസ്ഥാന വിശ്വാസങ്ങൾ. പക്ഷെ എല്ലാ മനുഷ്യരുടെയും വിശ്വാസങ്ങൾ എന്താണ്? അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പം ഇതെല്ലാം ഹിന്ദുയിസത്തിലൂടെ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുയിസത്തിനെ നമുക്കൊരു തുറന്ന മതമായിട്ടാണ് വരുന്നത്. ഒരു തുറന്ന മതം. കാരണം എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു റിസപ്റ്റീവായിട്ടുള്ള, റിസീവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്, ഒരു അബ്സോർബിങ് റിലീജിയൻ. അതായത് നമ്മൾ അതിലേക്ക് അലിഞ്ഞു ചേരുവാണ്. നമ്മളിലേക്ക് ആ ഒരു വേർതിരിവില്ലാതെ തന്നെ നിൽക്കാൻ, എൻകാംപാസിങ് റിലീജിയൻ, എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് കൊണ്ട് പോകുന്ന ഒരെണ്ണം. അതുകൊണ്ടാണ് ഇതിന്റെ തുറന്ന ഓപ്പൺനെസ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറയുന്ന ഈ ഗുണമേന്മയാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ, ഇത്ര വിസ്തൃതമായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങളെ ഒന്നിച്ചു നിർത്തുന്നത്. ഇത്തരത്തിൽ ഉൾക്കൊള്ളാനുള്ള ഹിന്ദുമതത്തിന്റെ ഈ കഴിവാണ്. ഹിന്ദുമതം എന്ന വിശാലമായ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ചുരുങ്ങിയ കാഴ്ചപ്പാടിലല്ല ഞാൻ പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ തങ്ങളുടെ ഹിന്ദുമതത്തിൽ തന്നെയുള്ള വ്യത്യസ്തരായിട്ടുള്ള മതവിഭാഗങ്ങളുടെ, അല്ലെങ്കിൽ ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങളുടെ ആരാധനാലയങ്ങളെ പോലും, ആരാധനാലയങ്ങളും ആരാധനാ രീതികളും അതിൻ്റെ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന, എല്ലാവർക്കും ഇടമുള്ള, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് നമുക്ക് ഇത് കൂട്ടിവയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു തുറന്ന രീതിയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ നാനാത്വത്തിൽ ഒരു ഏകത്വം സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ട്രഡീഷൻ ഓഫ് ഇന്റർഡിപ്പെൻഡൻസ്. എന്താണ് ഇന്റർഡിപ്പെൻഡൻസ്? പരസ്പരം ബന്ധപ്പെടൽ. അപ്പൊ തീർച്ചയായും നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ അറിയാം. ഈ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം കാലഘട്ടങ്ങളൊക്കെ നോക്കിയാൽ പോലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ബന്ധപ്പെടൽ കാണും. ഇപ്പൊ ഒരു ജാജ്മാനി സിസ്റ്റം നോക്കുകയാണെങ്കിൽ, അതായത് ഫങ്ഷണൽ ഇന്റർഡിപ്പെൻഡൻസ് ഓഫ് കാസ്റ്റ്. Judgment refers generally to the patron or recipient of specialized service. Judgment system. ഇവിടെ tradition between food producing family
and the families that supported them with goods and services. നോക്കി ജാജിമാനി റിലേഷൻസ്. അപ്പം വില്ലേജുകളിലൊക്കെ നോക്കി ഇത്തരത്തിലുള്ള പല ആരാധന കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഈ രാജമാനി സിസ്റ്റം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇവിടെ എന്തിനും ഒരു ലീഡർ ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പം ഞാൻ പറയാം, ഇപ്പൊ ഒരു ഉദാഹരണത്തിനകത്ത് ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ചാതുർവർണ്ണത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാലോ. ബ്രാഹ്മണ സമൂഹത്തിൽ പെട്ട പുരോഹിതൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ ആരാധനകളൊക്കെ നടത്തുന്നു. അപ്പം ആരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? അപ്പൊ ഈ ആരാധനയുള്ള സർവീസുകളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ അവര് ലോവർ ജാതിയിൽ നിന്നുള്ളവരുടെ സഹായം തേടുന്നുണ്ട്. എന്തിനു വേണ്ടി? അവരുടെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ അലക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമ്മൾ നേരത്തെ ജാതീയമായിട്ടുള്ള ജോലിയിൽ ഇപ്പം മുടി വെട്ടുന്നത്, ക്ലീനിങ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങള്, ചൈൽഡ് കെയർ, കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മറ്റുള്ളവരെ വേണ്ടി വരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ചാതുർവർണ്ണത്തില് ധർമ്മത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനം കൊടുക്കണം എന്നാണ്. ബ്രഹ്മം ജ്ഞാനം കൊടുക്കണം, അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കണം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് ബ്രാഹ്മണൻ എന്ന് പേരിടുന്നത്. അപ്പം ബ്രഹ്മം അറിയുന്നവൻ അതറിയാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു. പക്ഷേ അവർക്കും ഒരിക്കലും ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ രാജ്യത്തെ സേവിക്കുന്ന സൈനിക നേതാക്കന്മാർ, സൈന്യാധിപന്മാർ വേണം. അപ്പം വാരിയേഴ്സ് ആയിട്ടുള്ള യോദ്ധാക്കളായിട്ടുള്ള ക്ഷത്രിയ സമൂഹമുണ്ട്, ക്ഷത്രിയർ. അപ്പൊ അവരെ നമുക്കൊരിക്കലും അവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവരെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അപ്പം നമ്മളിവിടെ അവരുടെ ഒരു സംരക്ഷണയിലാണ് കഴിയുന്നതെന്ന് വേണമെങ്കിൽ പറയാം. രാജ്യത്തെ സംരക്ഷിക്കുന്ന പോരാളികളാണ് അവർ. അപ്പൊ നമുക്ക് അവര് ഇത് ചെയ്യേണ്ടി വരുന്നുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടേണ്ടി വരുന്നുണ്ട്. അപ്പം അറിവ് പകർന്നു കൊടുക്കുന്നതോടൊപ്പം തന്നെ സേവനം അവിടെ വരുന്നുണ്ട്. ഇനി അറിവും രാജ്യസേവനവും ഈ സൈന്യാധിപന്മാരും മാത്രം മതിയോ? പോരാ. ഇവിടെ നടക്കുന്ന വിഭവങ്ങളെ കച്ചവടം ചെയ്യാൻ ആൾക്കാർ വേണം, കച്ചവടം വേണം. കച്ചവടം ഉണ്ടെങ്കിൽ മാത്രമേ സമ്പദ് വ്യവസ്ഥ ഉണ്ടാകത്തുള്ളൂ. സമ്പദ് വ്യവസ്ഥ ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന ഏതൊരു സംവിധാനവും നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ കൃഷി ചെയ്യാൻ ആൾക്കാർ വേണ്ടേ? കൃഷി ചെയ്യണം. കൃഷി ചെയ്യാൻ ശൂദ്രവിഭാഗത്തിലുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് വിഭവങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഉണ്ടാകുന്ന വിഭവങ്ങളെയാണ് നമ്മൾ ക്രയവിക്രയം ചെയ്യുന്നത്. ആ ക്രയവിക്രയം ചെയ്യുന്ന വിഭവ സമ്പത്തും അതിൽ നിന്ന് ആർജിക്കുന്ന ശക്തിയാണ് നമുക്ക് രാജ്യസേവനത്തിനും ഈ വിദ്യാഭ്യാസത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു അടിസ്ഥാന വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ മുതല് അടിസ്ഥാന വർഗത്തിന്റെ പോലും സംഭാവനകൾ ഇതിനകത്ത് വളരെയധികം പ്രസക്തമാണ്. അപ്പം രാജ്യത്തിന്റെ ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും പൊതുവായിട്ടുള്ള ഒരു കാർഷിക സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും പരസ്പരമുള്ള ഒരു ഇന്റർഡിപ്പെൻഡൻസ് ഉണ്ട്, ബന്ധപ്പെടലുകളുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ജാതി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ പരമ്പരാഗതമായ കുടുംബ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പൊ മുടിവെട്ട് എന്ന് പറയുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ജാതീയമായ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെ സഹായമില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? അപ്പം നമുക്ക് അവരെ ആശ്രയിക്കണം. ഒരുപക്ഷെ അവർ നമുക്ക് തരുന്ന സർവീസിന് പകരമായിട്ട് നമുക്ക് വിഭവങ്ങൾ അങ്ങോട്ട് കൊടുക്കാം, പണം. അപ്പൊ അവർക്ക് പണം ലഭിക്കുന്നു. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഇപ്പൊ ജാതീയമായിട്ടുള്ള പല ക്ലാസിഫിക്കേഷൻസും നോക്കുവാണെങ്കിൽ ഇപ്പൊ സ്വർണം, പ്രകൃതിയിൽ നിന്ന് എത്രമാത്രം സ്വർണം ഖനനം ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്വർണത്തിനെ ആഭരണങ്ങളാക്കി മാറ്റാൻ വൈദഗ്ധ്യമുള്ളവരുണ്ടാവണം. അപ്പൊ ഇങ്ങനെ സ്വർണത്തെ ആഭരണങ്ങളാക്കി മാറ്റണം. സ്വർണമായാലും വെള്ളിയായാലും ആഭരണമാകണം. എന്നാൽ മാത്രമേ അതിനെ നമുക്ക് വാണിജ്യവൽക്കരിക്കാനോ ക്രയവിക്രയം ചെയ്യാനോ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നിരിക്കുന്ന ഇത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഈ വൈജാത്യം എന്ന് പറയുന്നത് ആരും ഉയർന്ന
ഒരു ഇതിലേക്കോ താഴ്ന്നതിലേക്കോ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നില്ല. മറിച്ച് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് രാജ്യത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് നയിക്കാൻ വേണ്ടി പൊരുത്തപ്പെട്ടു പോകാനുള്ള വൈജാത്യങ്ങളാണത്. ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ചും അവസരങ്ങളനുസരിച്ചും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും അവർ ഓരോ കർമ്മത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സ്ഥാനം അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് പരസ്പരം. ഈ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഓരോരുത്തരും എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും എത്രമാത്രം കാര്യങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റും. ഓരോരുത്തരുടെ സ്ഥാനം എത്ര വലുതാണ്. ഒരു കൂട്ടരില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റൊരു കൂട്ടർക്ക് നന്നായിട്ട് പോവുക? പറ്റില്ല. അപ്പൊ സാമൂഹികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം വേണം, സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥാനം വേണം, അറിവ് വേണം. ഇതെല്ലാം ഒരുക്കിത്തരാൻ നമുക്ക് ആളുകളും വേണം. ആളും അർത്ഥവും ഒക്കെ നമുക്ക് വേണമെന്ന് പറയുന്നു. അപ്പൊ അതിന് പലപ്പോഴും ഒരു ലീഡറൊക്കെ ഉണ്ടാകാം. ഒരു ഇതിന്റെ കാര്യങ്ങളൊക്കെ മുൻനിർത്തി നയിക്കുന്ന ഓരോന്നിലും വ്യത്യസ്ത. പക്ഷെ എന്നിരുന്നാൽ പോലും പലരും പല കാര്യങ്ങൾക്കും പലരെയും ചേർത്ത് പൊരുത്തപ്പെട്ട് പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്റർഡിപ്പെൻഡൻസ് ആണ്, അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടുന്നതാണ് ഇതിന് അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അവരില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ജീവിതം ഉണ്ടാകൂ എന്ന തിരിച്ചറിവാണ് പലപ്പോഴും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ വൈജാത്യത്വത്തിലെ ഏകത്വത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്. അത് ഇതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ജിയോ പൊളിറ്റിക്കൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന ഭാഷാപരമായ വൈജാത്യങ്ങളെ കുറിച്ച് പറഞ്ഞു. തീർത്ഥാടന യാത്രകളെ കുറിച്ച് പറഞ്ഞു. ട്രഡീഷൻ ഓഫ് അക്കോമഡേഷനെ കുറിച്ച് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പിൽഗ്രിമേജിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുന്നത് വ്യത്യസ്ത തലത്തിലുള്ള ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇപ്പോഴും ഒരു ഏകതയിൽ നിലനിൽക്കാൻ സാധിക്കുന്നത് ഈ ചിന്തകൾ. അപ്പൊ ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതിൻ്റെ വേറൊരു പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഏകത്വം എന്ന് പറയുന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു വികാരം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള തലത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തരും നമ്മുടേതായ ഇടങ്ങളുണ്ട്. അപ്പൊ ആ ഇടങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്, സമാധാനം അനുഭവിക്കുന്നുണ്ട്, സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് അനുവർത്തിക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം. ഇത് നമ്മുടെ സോഷ്യോളജിയുടെ പാഠഭാഗത്തിലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന പാഠഭാഗത്തിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. അപ്പം ഈ കാര്യങ്ങൾ യൂണിറ്റി, ഏകത്വം, വൈജാത്യം, ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഈ നമ്മുടെ ഈ വിഷയത്തിൽ ഇന്ന് നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ, നിങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ആഴത്തിൽ അതിനെക്കുറിച്ച് വായിക്കണം. മറ്റൊരു കാഴ്ചപ്പാടിലൂടെ വേണം നമ്മളിതിനെ നോക്കിക്കാണാം. പലപ്പോഴും നമ്മൾ ചതുർവർണ്ണ്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു വേർതിരിവായിട്ടാണ് കരുതുന്നത്. ആളുകളുടെ മനസ്സിലൊരു വേർതിരിവാണ് സൃഷ്ടിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് വേർതിരിവല്ല, ഒരുമിച്ച് ചേരാനുള്ള ചില അടിസ്ഥാന ആശയങ്ങളാണ് ഇതൊക്കെ. പരസ്പരം പൊരുത്തപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന തിരിച്ചറിവാണ് ഒരു സാമൂഹിക ശാസ്ത്ര വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ അനുവർത്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി.